Okay. Only 4 participants, no? And Maria Dia Hijaz Sean. Okay. Self-driving cars. It should be എന്താ പറയാ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവാതെ റോഡിലൂടെ തന്നെ പോണല്ലേ. അപ്പോൾ അതിന് നമ്മളാണെങ്കിൽ വി ക്യാൻ സീ ഒബ്ജക്ട്സ്, വി ക്യാൻ സീ എവറിഥിങ്. അതിനനുസരിച്ച് നമുക്ക് ഓടിക്കാൻ പറ്റും വണ്ടി. പക്ഷെ ഓട്ടോണോമസ് കാർസിന് അങ്ങനെ ഒരു കാഴ്ചയില്ല. ഫോർ ദാറ്റ് ദേ ആർ യൂസിങ് എന്താ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. In autonomous cars, it has computer visions to detect the objects, to mention its speed, its direction and everything. ഒരു ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ അതിൻ്റെ സൈസ്, ഡയറക്ഷൻ, ഡിസ്റ്റൻസ്, സ്പീഡ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കമ്പ്യൂട്ടർ വിഷൻസ് അവിടെ ഉണ്ട്. ആ ഒബ്ജക്റ്റിനെ ക്യാപ്ചർ ചെയ്തിട്ട് ബാക്കിയുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഓക്കെ. പിന്നെ ഹെൽത്ത് കെയറിന്റെ കേസിൽ നമ്മളിപ്പോ സ്കാനിങ് ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോ ഇൻറ്റസ്റ്റൈനിലെ കാര്യങ്ങൾ, ഹാർട്ട്, ലങ്സ്, അങ്ങനെ കിഡ്നി, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഇന്റേണൽ ഓർഗനെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കാൻ ചെയ്യണം. എന്താ അതിനുള്ള ഡിസോർഡേഴ്സ്, എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ ഓപ്പറേഷൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഒരു മൂക്കിലൂടെയോ വായിലൂടെയോ എന്തോ കടത്തി വിട്ടിട്ട് ഉള്ളിലുള്ള ഇമേജസ് എടുക്കുന്ന ഒരു ടെക്നോളജീസ് അവൈലബിൾ ആണ് ഇല്ലേ. ഇറ്റ് ഈസ് അനദർ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ വിഷൻ. അപ്പോൾ ഒരു ക്യാമറ പോലെ ഡിവൈസ്, ചെറിയത്, വളരെ ചെറുത്, ഒരു ലൈക്ക് എൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, അത് നമ്മുടെ എന്താ പറയാ ഈസോഫാഗസിലൂടെയൊക്കെ കടത്തി വിട്ടിട്ട് നമുക്ക് ഇന്റേണൽ ഓർഗൻസിന്റെ ഇമേജസ് എല്ലാം എടുക്കാൻ പറ്റും അല്ലേ. It is another example for computer vision. And face recognition ഉണ്ട്. ഫേസ് റെക്കഗ്നിഷൻ ഫോണിൽ നമ്മുടെ ഫേസ് വെച്ചിട്ട് ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഫേസ്. ഓൾറെഡി നമ്മൾ ഒരു ദിവസം ഫോട്ടോ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫേസ് വന്നാൽ മാത്രം അൺലോക്ക് ചെയ്യാം എന്ന് നമ്മൾ ഫോണിൽ ഓൾറെഡി സെറ്റിങ്സിൽ പോയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഫേസ് എന്താ പറയുക ക്യാപ്ചർ ചെയ്യുമ്പോൾ മാത്രമേ ഫോൺ അൺലോക്ക് ആവുള്ളൂ. വേറൊരാളും ഫോൺ എടുത്ത് നോക്കിയാൽ ഡിവൈസ് അൺലോക്ക് ആവില്ല. അതുപോലെ ഫിംഗർ പ്രിന്റ് റെക്കഗ്നിഷൻ ഉണ്ട്, ബയോമെട്രിക്സ്. നമ്മൾ ഫിംഗർ പ്രിന്റ് റെക്കഗ്നിഷൻ ബാങ്കിൽ ഒതന്റിക്കേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വളരെ നമ്മുടെ കുറേ എന്താ കാര്യങ്ങൾ സീക്രട്ട് ആയിട്ട് സേവ് ചെയ്ത് മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സേവ് ചെയ്ത് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് ഫിംഗർ പ്രിന്റ് റെക്കഗ്നിഷൻ അല്ലെ ബയോമെട്രിക് റെക്കഗ്നിഷനൊക്കെ നമ്മൾ ഉപയോഗിക്കും അല്ലേ. അപ്പം നമ്മുടെ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ നമ്മുടെ റെറ്റിനയുടെ സ്കാനോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ അത് അൺലോക്ക് ആവുള്ളൂ. ഇപ്പം നമ്മുടെ ഫയൽസ്, നമ്മുടെ ഡോക്യുമെന്റ്സ്, നമ്മുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒതന്റിക്കേഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും, കമ്പ്യൂട്ടർ വിഷൻ ഉപയോഗിക്കും. ഓക്കെ, ദെൻ computer vision was the second domain of artificial intelligence. Data important ആണ്, same way computer vision is also important. And the third one is natural language processing. Natural language processing, and it is something related to language. മനസ്സിലാവുന്നുണ്ടല്ലോ, from the name itself we can understand that it is something related to language and something ഇല്ലേ. Actually some machines can, I gave you an example of iPhone, Siri. ഐഫോണിൽ നമ്മുടെ വോയിസ് റെക്കഗ്നിഷൻ വെച്ചിട്ട് കോള് ചെയ്യാനും ഓരോരോ ടാസ്ക് ചെയ്യാനും പറ്റും. ഓരോരോ ആപ്ലിക്കേഷൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കോൾ ചെയ്യാനൊക്കെ പറ്റൂലേ. ജസ്റ്റ് നമ്മുടെ വോയിസ് വെച്ചിട്ട് വോയിസിലൊരു കമാൻഡ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ലാംഗ്വേജ് അവര് നമ്മളുടെ സൗണ്ടും അതുപോലെ നമ്മൾ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു കമാൻഡ് അതിനെ എടുത്തിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് അക്കോർഡിംഗ്ലി വർക്ക് ചെയ്യുന്നത്. അതൊക്കെയാണ് ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ വരിക. അപ്പം നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജും ഈ മെഷീന് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജും ഡിഫറെൻ്റ് ആണ്. യു നോ ദാറ്റ്. കമ്പ്യൂട്ടറിന് മെഷീൻ ലാംഗ്വേജസ് മാത്രമേ മനസ്സിലാവുള്ളൂ നമ്മൾ പറഞ്ഞിട്ടില്ലേ.
നമ്മൾ ഹ്യൂമൻ ബീങ്സിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവർക്കത് മനസ്സിലാവും. പക്ഷെ സെയിം വേ നമുക്ക് പട്ടിക്കുട്ടീനോടോ പൂച്ചക്കുട്ടീനോടൊക്കെ സംസാരിക്കുമ്പോൾ ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അവർ ലാംഗ്വേജ് അല്ലേ? മനുഷ്യന്മാർക്ക് മാത്രം. അതുപോലെ തന്നെ മനുഷ്യന്മാരിലാണെങ്കിലും തമിഴ്നാട്ടിൽ പോയിട്ട് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. ലാംഗ്വേജസ് ഒക്കെ ഓരോരോ എന്താ റീജിയനെ ബേസ് ചെയ്തിട്ട് മാറുന്നുണ്ട് അല്ലേ? ഇപ്പൊ മെഷീൻസിന്റെ കാര്യം പറയണോ? അപ്പൊ ഒരുപാട് ഡിഫറെന്റ് ലാംഗ്വേജസ് ഉണ്ട്. അതിലെല്ലാം ഉള്ള കമാൻഡ്സിനൊക്കെ ചിലപ്പോൾ മെഷീൻസിന് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ആ പ്രോസസ്സൊക്കെ ചെയ്യേണ്ടി വരും. ഓരോ കമാൻഡ്സ് കേട്ട് അതിന് ആപ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇറ്റ് എനേബിൾസ് എ കമ്പ്യൂട്ടർ ടു ഇന്റർപ്രറ്റ്, ഐഡന്റിഫൈ, ലൊക്കേറ്റ് ആൻഡ് പ്രോസസ് ഹ്യൂമൻ ലാംഗ്വേജ് ആൻഡ് സ്പീച്ച്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഇതിനെ പ്രോസസ്സ് ചെയ്യാൻ, ഐഡന്റിഫൈ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒക്കെ മെഷീനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, എനേബിൾ ചെയ്യുന്നതാണ് എന്ത്? നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഓക്കെ. നമ്മളിപ്പോൾ എന്ത് എഴുതി കൊടുത്താലും നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അതിനെ മനസ്സിലാക്കണം അല്ലേ? അതേത് ലാംഗ്വേജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം, എന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യണം, അത് എന്താ പറഞ്ഞെന്ന് മനസ്സിലാക്കി എടുക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഓക്കെ. The objective behind the introduction of this feature is to make interaction between machine and humans coherent. എന്താണ്? ബിക്കോസ് നമ്മൾ മെഷീൻസ്, നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ പോലെ മെഷീൻസിനെ ഉണ്ടാക്കി വെച്ചു. സംടൈംസ് വി നീഡ് ടു ഇന്ററാക്ട് വിത്ത് ദം അല്ലേ? നമ്മുടെ ഒരു ഹെൽപ്പിന് വേണ്ടി നമ്മൾ ശരിക്കും മടിയന്മാരായതുകൊണ്ട് സ്പീഡായിട്ടും നമ്മൾ ലേസിയാണ്, പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി. നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവുമല്ലോ, മെഷീൻസ് അധികം പെട്ടെന്ന് ടയേർഡ് ആവില്ലല്ലോ. അപ്പോൾ ഫാസ്റ്റ് ആയിട്ടും ഈസി ആയിട്ടും ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ മെഷീൻസ് ആക്കി വെച്ചല്ലേ? നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ വി നീഡ് ടു ഇന്ററാക്ട് വിത്ത് ദ മെഷീൻസ്. അപ്പൊ നമ്മൾക്ക് ഈ മെഷീൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കമാൻഡ് അല്ല എന്തെങ്കിലും ഒരു വർക്ക് ഈ മെഷീന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഭാഷയിൽ പറയുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് നോ, അത് മനസ്സിലാക്കണ്ടേ ആ മെഷീൻ? അവിടെയാണ് ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന ഡൊമെയിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം നമ്മളും മെഷീൻസും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡൊമെയിൻ ഹെൽപ്പ് ചെയ്യുന്നത് മെഷീനെ. ഓക്കെ. ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ നമ്മൾ സംസാരിക്കുന്നതും റിട്ടൺ ഫോർമാറ്റിലുള്ള ലാംഗ്വേജസിനെ രണ്ടിനെയും ഡീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ബൈ സ്പീച്ച് നമ്മൾ സംസാരിക്കും, ഓരോന്ന് പറയും, നീ അത് ഇത് ചെയ്യുന്ന പറയില്ലേ, ക്ലീൻ ദ റൂം അല്ല, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കമാൻഡ്സ് നമ്മൾ വെർബലി കൊടുക്കും, അതുപോലെ തന്നെ റിട്ടൺ ഫോർമാറ്റിലായിട്ട് കൊടുക്കും. അത് രണ്ടും എന്താ പറയാ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ രണ്ടും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഉപയോഗിക്കുന്നുണ്ട്, അതിന് പറ്റും. ഓക്കെ. അപ്പൊ ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്. അത് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന് രണ്ട് കമ്പോണൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ ആൻഡ് നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്. നാച്ചുറൽ ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കല്ലേ, മേക്കിംഗ് ആണ് അല്ലേ? അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ളതിനെ മനസ്സിലാക്കാം. ഓക്കെ. ഇപ്പൊ ജനറേറ്റ് ചെയ്യാം, എല്ലാത്തതൊന്നും ഉണ്ടാക്കാം. അപ്പൊ എന്തോ ഉണ്ടാക്കലാണ് ഇവിടെ നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻസ്. പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് എന്നല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. സംതിങ് ഇസ് ദെയർ, വി ഓൺലി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതെന്താണെന്ന് മനസ്സിലാക്കാണ് നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറയാം. അപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ എന്ന് പറയുന്നത് എന്താ പറയാ, നോർമലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഉണ്ടാവില്ലേ, കുറേ വേർഡ്സ് സെന്റൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? അതിനെയൊക്കെ പ്രോസസ്സ് ചെയ്യലാണ് നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷനിൽ പറയാം. ആ നാച്ചുറൽ ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഇപ്പൊ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിലെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടെക്സ്റ്റ് പ്ലാനിങ്. ടെക്സ്റ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഐ ടോൾഡ് യു ബിഫോർ, AI ബേസ്ഡ് സിസ്റ്റത്തിൽ ഒരുപാട് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? പല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഡാറ്റ അല്ലെങ്കിൽ വളരെ ക്വാണ്ടിറ്റി ഉള്ള ഡാറ്റാസ് ഓൾറെഡി സ്റ്റോർഡ് ആണ്. അപ്പം ഈ ലാംഗ്വേജ് ടെക്സ്റ്റ് പ്ലാനിങ്ങിന്റെ സമയത്ത് എന്താ, നമുക്ക് ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള വേർഡ്സ് നമ്മൾ എടുക്കും. ഇപ്പൊ എക്സാമിനാണെങ്കിൽ തന്നെ
നിങ്ങൾക്ക് ഓരോന്ന് ഓർത്തെടുത്ത് ഓരോരോ, ഇപ്പോൾ സപ്പോസ് വെരി സിമ്പിൾ, FB-യിൽ ഒരു പോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു സ്റ്റാറ്റസ് ഇടുക. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കുറെ അന്വേഷിച്ച് എന്ത് വാക്ക് എന്ത് ടൈപ്പ് ചെയ്യണം കുറെ അന്വേഷിച്ച് അങ്ങനെ ചിന്തിച്ച് ഇത് രസമില്ല ഇതൊരു സുഖമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കുറച്ച് സമയം എടുത്തിട്ട് ക്ലിയർ ചെയ്തിട്ട് ഒരു നല്ലൊരു മീനിങ് ഫുൾ സെന്റൻസ് ആക്കിയിട്ടല്ലേ നിങ്ങൾ ഒരു ക്യാപ്ഷൻ ഇടുക. ചില വേർഡ്സ് ഉണ്ടാവും നമുക്കത് ഈ വേർഡ്സ് ഒരു രസമില്ല, ഇതിന്റെ വേറൊരു സിനോണിം കിട്ടിയായിരുന്നു നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ടുള്ള വേർഡ് മാറ്റി കുറച്ചുകൂടെ ഇപ്പൊ സോറി പറയാ അപ്പോളജി പറയാ സെയിം അല്ലേ, സോറി അപ്പോളജി. പക്ഷെ അപ്പോളജി എന്ന് കേൾക്കുമ്പോൾ സോറിനേക്കാളും കുറച്ച് പവർ ഉണ്ട് അല്ലേ, ചിലപ്പോൾ അതുപോലത്തെ വേർഡ്സ് എല്ലാം നമ്മൾ അവിടെ ഫിറ്റ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് നിങ്ങളൊരു FB-യിൽ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോൾ ക്യാപ്ഷൻസ് ഫോം ചെയ്യുക. സെയിം വേ മെഷീൻസും ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് പ്ലാനിങ് എന്താ, അതിന്റെ ഡാറ്റാബേസിൽ അല്ലെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് റിട്രീവ് ചെയ്തെടുക്കും. ആവശ്യമുള്ള വേർഡ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ആണോ ഫോം ചെയ്യാമോ, എന്ത് സെന്റൻസ് ആണോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള സെന്റൻസ് കാര്യങ്ങളൊക്കെ, നോട്ട് സെന്റൻസ്, വേർഡ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് റിട്രീവ് ചെയ്തെടുക്കും. നെക്സ്റ്റ് സെന്റൻസ് പ്ലാനിങ്. സെന്റൻസ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ കുറെ ടെക്സ്റ്റ് നമ്മൾ റിട്രീവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, ഇനി അതിനെ ഒരു മീനിങ് ഫുൾ സെന്റൻസ് ആക്കാന്നുള്ളതാണ്. അപ്പോൾ അതിനെ വേർഡ്സിനെ പല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഒരു മീനിങ് ഫുൾ സെന്റൻസ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആക്കാന്നുള്ളതാണ് സെന്റൻസ് പ്ലാനിങ്ങിൽ വരാം. വെച്ചാൽ മീനിങ് ഫുൾ ആയിട്ട് നല്ല വേർഡ്സ് ചൂസ് ചെയ്തിട്ട് അതിനെ അറേഞ്ച് ചെയ്യാം. മീനിങ് ഫുൾ ഫ്രേസ് അല്ലെങ്കിൽ സെന്റൻസ് ആക്കാണ് സെന്റൻസ് പ്ലാനിങ്ങിൽ ഉണ്ടാവുക. തേർഡ് സ്റ്റെപ്പിൽ ടെക്സ്റ്റ് റിയലൈസേഷൻ. അപ്പൊ എന്താണ്, ഇപ്പൊ നമ്മൾ സെന്റൻസ് പ്ലാൻ ആക്കി വെച്ചു, അതിനെ ഒരു സെന്റൻസ് സ്ട്രക്ചറിലേക്ക് മാറ്റുന്നതാണ് ടെക്സ്റ്റ് റിയലൈസേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ നല്ല വേർഡ്സ് ചൂസ് ചെയ്ത് വെച്ചു, അതിനെ നല്ല രീതിയിലേക്ക് അറേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള പ്ലാനിങ് ഒക്കെ ചെയ്തു, ലാസ്റ്റ് ഒരു നല്ലൊരു മീനിങ് ഫുൾ സെന്റൻസ് ഓർ മീനിങ് ഫുൾ ഫ്രേസ് ആക്കി ഇൻ ടെക്സ്റ്റ് റിയലൈസേഷനിൽ. അപ്പൊ ഇതാണ് നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷന്റെ 3 ഫേസ്. ആക്ച്വലി എന്താ പറയാ, നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നല്ല വാക്കുകളൊക്കെ കണ്ടുപിടിച്ചില്ലേ. ഇപ്പം നോർമലി നമ്മൾ സംസാരിക്കുന്ന പോലെയാണോ ഒരു സ്പീച്ച് സംസാരിക്കാൻ വേണ്ടി പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കൂലേ. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ലാതെ കുറച്ചുകൂടെ നല്ലൊരു ഡീസെന്റ് വേർഡ്സ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുക അല്ലേ. കുറച്ചുകൂടെ എന്താ പറയാ, നല്ലൊരു ഫോമൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുക. നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല മുതിർന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കുക. ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഡിഫറെന്റ് ആണ്, നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു രീതിയൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പോൾ ആ സെന്റൻസിന്റെ സ്ട്രക്ചറേ ഡിഫറെന്റ് ആവും അല്ലേ. സെയിം വേ നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷനിലും അങ്ങനെയാണ്. ഫസ്റ്റ് ടെക്സ്റ്റ് പ്ലാനിങ്, ഉള്ള ഡാറ്റയിൽ നിന്ന് നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഡാറ്റ ഫസ്റ്റ് റിട്രീവ് ചെയ്യും. പിന്നെ സെന്റൻസ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ റിക്വയർഡ് വേർഡ്സ്, ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ഈ റിട്രീവ് ചെയ്ത വേർഡ്സ് നിന്ന് ചൂസ് ചെയ്തിട്ട് ഒരു മീനിങ് ഫുൾ ഫ്രേസ് ആക്കി അല്ലെങ്കിൽ അതിനെ ഒരു മീനിങ് ഫുൾ സെന്റൻസ് ആക്കാനുള്ള പ്ലാനിങ് ആണ് സെന്റൻസ് പ്ലാനിങ്ങിൽ നടക്കാം. ഇൻ ടെക്സ്റ്റ് റിയലൈസേഷൻ എന്താണ്, ഈ പ്ലാൻ ചെയ്തു വരിക്കുന്ന സെന്റൻസിനെ ഒരു സെന്റൻസ് ആക്ച്വൽ സെന്റൻസിലേക്ക് മാറ്റി, അതായിരിക്കും നമുക്ക് പിന്നെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു സെന്റൻസിൽ ഒരു ഫ്രേസ് ആയിരിക്കും അതിന്റെ ലാസ്റ്റത്തെ റിസൾട്ട് എന്ന് പറയാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു എന്താ പറയാ നമ്മുടെ ഭാഷയൊന്നും അറിയാത്ത കമ്പ്യൂട്ടർ വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ ഉള്ള ഡാറ്റയൊക്കെ വെച്ചിട്ട് അതിന് ഓരോ ലാംഗ്വേജിനും ഓരോ ഗ്രാമർ ഉണ്ടല്ലോ, റൂൾസ് ഉണ്ടല്ലോ ഇംഗ്ലീഷിനൊക്കെ. അതിനനുസരിച്ച് വേണം സെന്റൻസ് സ്ട്രക്ചർ ചെയ്യാൻ അല്ലേ. റൂൾസിനനുസരിച്ച് തോന്നിയ പോലെ എന്തെങ്കിലും വേർഡ്സ് അവിടെ ഇവിടെ വെച്ചാൽ പോരാ, ആ ഒരു രീതിയിലെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഒരു സെന്റൻസ് അത് ജനറേറ്റ് ചെയ്യും. അതാണ് നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷനിൽ വരാം. ഓക്കെ, നെക്സ്റ്റ് നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലാംഗ്വേജ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡിങ് എന്നാ വരാ,
നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക. നമ്മളോട് ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക ചെയ്യും. അപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു. അപ്പൊ നിങ്ങളത് ഞാൻ പറയുന്നത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? Can understand what I am saying, right? So same way in natural language understanding, ഒരുപാട് കാര്യങ്ങൾ ആ സിസ്റ്റത്തിന് റിസീവ് ചെയ്യുന്ന ഒരുപാട് എന്താ പറയാ വാക്കുകളും സെന്റൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ചിലപ്പോൾ കമാൻഡ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഇൻപുട്ട് ആയിട്ട് ടെക്സ്റ്റോ ഫ്രേസസോ സെന്റൻസ് കാര്യങ്ങളൊക്കെ കിട്ടുമല്ലേ. അതിനെ മെഷീൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതൊക്കെയാണ് നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരിക. ഇപ്പോൾ ചിലപ്പോൾ അത് റിട്ടേൺ ടെക്സ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ വെർബൽ കമാൻഡ്സ് ആയിരിക്കാം. ചിലപ്പോൾ റിട്ടേൺ ടെക്സ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ വെർബൽ കമാൻഡ്സ് ആയിരിക്കാം. പക്ഷെ നമ്മളുടെ ലാംഗ്വേജ് ചിലപ്പോൾ മെഷീന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലേ? മെഷീൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മുടെ ഇൻപുട്ട് എന്താണെന്ന് ആ മെഷീൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്തിന്? സോ ദാറ്റ് എ മെഷീൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് what we have given the machine. നമ്മൾ എന്താണ് മെഷീന് കൊടുത്തതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് അതിൻ്റെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ മനസ്സിലാവൂ, അല്ലേ? ഓക്കെ. അപ്പം മെഷീൻസിന്റെ കേസിൽ നമ്മളിപ്പോൾ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ മെഷീൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും, അൽഗോരിതംസ് ഒക്കെ വെച്ചിട്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് നമ്മളുടേതായ നമ്മുടെ ലാംഗ്വേജിലുള്ള എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാപ്പിംഗ് അല്ലെങ്കിൽ എന്തൊരു ലിങ്ക് ഓൾറെഡി മെഷീൻസിൽ ഉണ്ട്. സോ ഇറ്റ് ലിങ്ക്സ് ദ ഗിവൺ ഇൻപുട്ട് ഇൻ നാച്ചുറൽ ലാംഗ്വേജ് ടു യൂസ്ഫുൾ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ ഇറ്റ് ഈസ് ദയർ ഇൻ ദ മെഷീൻ മെമ്മറി, അതിലേക്ക് മാപ്പ് ചെയ്യും. ഓക്കെ. then it will analyzes different aspects of the language. ആ ലാംഗ്വേജിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ്, അതിന്റെ ടെക്സ്ച്വൽ അല്ലെങ്കിൽ സെന്റൻസ് സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാനും നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് ഹെൽപ്പ് ചെയ്യുന്നു. മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? ഓൾമോസ്റ്റ് ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പോൾ 3 attributes ആണ്. ഫസ്റ്റ് ഡേറ്റ, കമ്പ്യൂട്ടർ വിഷൻ ആൻഡ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളും കമ്പ്യൂട്ടറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പാർട്ട് അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ, കമ്പ്യൂട്ടർ നമ്മളും മെഷീനും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഈസി ആക്കുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ എയിം. അപ്പൊ അതിന്റെ 2 കോമ്പണൻസ് ഉണ്ട്, നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷനും നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്. ലാംഗ്വേജ് ജനറേഷനിൽ വരാം മേക്കിംഗ് ആണ്, ജനറേറ്റ് ചെയ്യുക, ഉണ്ടാക്കുക. അപ്പോൾ പുതിയ ഒരു ഫ്രേസ് സെന്റൻസ് നമ്മുടെ ലാംഗ്വേജിലുള്ളത് കമ്പ്യൂട്ടറിന്റെ ഡാറ്റാബേസിൽ നിന്ന് ഫസ്റ്റ് ടെക്സ്റ്റ് പ്ലാൻ ചെയ്യും. ടെക്സ്റ്റ് പ്ലാനിങ് ഉണ്ടാവും. എന്നുവെച്ചാൽ ഡാറ്റാബേസിൽ നിന്ന് ഓൾറെഡി കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുള്ള സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് കോംപ്ലക്സ്, ചിലപ്പം സോർട്ട് ചെയ്ത് വെച്ച ഡേറ്റ ഉണ്ടാവും, അൺസോർട്ടഡ് ആയിട്ടുണ്ടാവും, പാറ്റേൺ ഒക്കെ വെച്ച് ക്ലാസിഫൈ ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞില്ല നേരത്തെ നമ്മൾ. ആ ഡേറ്റയിൽ നിന്ന് വേണ്ട റെലവെന്റ് ഡേറ്റ റിട്രീവ് ചെയ്തെടുക്കും. സെന്റൻസ് പ്ലാനിങ്ങിൽ ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ചൂസ് ചെയ്യുക, അതിനെയൊക്കെ എന്താ പറയാ മീനിങ് ഫുൾ ഫ്രേസ് ആയിട്ട് അല്ലെങ്കിൽ സെന്റൻസ് ആയിട്ട് ബേസ്ഡ് ഓൺ ദ റൂൾസ് ഒരു ഗ്രാമർ സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടെക്സ്റ്റ് റിയലൈസേഷൻ, അതിൽ നമ്മളെ ടെക്സ്റ്റ് സെന്റൻസ് പ്ലാനിങ്ങിൽ അതിൽ നമ്മുടെ ടെക്സ്റ്റും ഉണ്ട്, ഒരു സ്ട്രക്ചർ നമ്മൾ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ ഒരു സെന്റൻസ് സ്ട്രക്ചർ ആക്കിയിട്ട് മാറ്റി ഒരു മീനിങ് ഫുൾ സെന്റൻസ് ആക്കി വെക്കാം. ഓക്കെ, അതാണ് ടെക്സ്റ്റ് റിയലൈസേഷനിൽ വരാം. നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന കമാൻഡ്, നമ്മൾ കൊടുത്ത റിട്ടൺ ഫോമിലുള്ള ടെക്സ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ വെർബൽ കമാൻഡ്സ് ആയിരിക്കാം, അതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യലാണ് നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരിക. ഓക്കെ, ആ ലാംഗ്വേജസിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ വേർഡ്സ് കാര്യങ്ങളെല്ലാം
കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എന്താ പറയാ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിൽ അത് കമ്പ്യൂട്ടർ മെമ്മറിയിലെ വേർഡ്സ് അല്ലെങ്കിൽ കമാൻഡ്സ് അല്ലെങ്കിൽ ആക്ഷനുമായിട്ട് മാപ്പ് ചെയ്തിട്ടായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഒന്ന് സ്പീച്ച് റെക്കഗ്നിഷൻ, ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ്. സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുകയാണ്, വി ആർ ടോക്കിംഗ് ടു മെഷീൻ ആൻഡ് ഇറ്റ് വിൽ അണ്ടർസ്റ്റാൻഡ് അവർ കമാൻഡ്സ് ആൻഡ് വോയിസ്. നമ്മുടെ ശബ്ദവും നമ്മുടെ കമാൻഡ്, നമ്മൾ എന്താ പറഞ്ഞേ അല്ലെങ്കിൽ നമ്മളാണോ പറഞ്ഞേ എന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, എന്നിട്ട് അതിനനുസരിച്ച് ആക്ട് ചെയ്യും. അപ്പോൾ ഇറ്റ് മേക്സ് NLP ടു ചേഞ്ച് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ടു മെഷീൻ റീഡബിൾ ഫോമാറ്റ്. നമ്മൾ നമ്മുടെ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത് അല്ലേ, മെഷീന് നമ്മുടെ ലാംഗ്വേജ് അറിയാമെന്നുള്ള ഒരു ഭാവത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് അവർ ലാംഗ്വേജ്. അതെന്ത് ചെയ്യും, നമ്മുടെ ഭാഷയിലെ കമാൻഡിനെ അതിനൊരു ആ മെഷീന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഫോമാറ്റിലേക്ക് ഈ NLP എന്ത് ചെയ്യും, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് വെച്ചിട്ട് നമ്മുടെ ഒരു കമാൻഡ് കിട്ടി. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ത് ചെയ്യും, ഫസ്റ്റ് അത് മെഷീന് മനസ്സിലാവുന്ന ഒരു മെഷീൻ റീഡബിൾ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സറിന്റെ ഒരു ഡ്യൂട്ടി, ഒരു ആപ്ലിക്കേഷൻ. ക്ലിയർ? അതൊരു ട്രാൻസ്ലേറ്റർ ആയിട്ടാണ് ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന മെഷീന് മനസ്സിലാവില്ല, മെഷീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ട്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സർ ഉണ്ട് അല്ലേ, പ്രോസസ്സിംഗ് NLP ഉണ്ട്. NLP ആണ് നമ്മുടെ കമാൻഡ്സിനെ മെഷീൻ റീഡബിൾ ഫോമാറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ചാറ്റ് ബോട്ട്സ് ആൻഡ് വെർച്വൽ അസിസ്റ്റൻസ്. ചാറ്റ് ബോട്ട്സ് ആൻഡ് വെർച്വൽ അസിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നതിന് റിപ്ലൈ തരുന്ന റോബോട്ട്സിനെ കണ്ടിട്ടില്ലേ? സോഫിയ എന്ന് പറഞ്ഞ റോബോട്ട്സ് ഉണ്ട്. അത് നമ്മൾ ചോദിക്കും Can you hear me? Yes, miss. ഇടയ്ക്ക് എല്ലാവരും ഇവിടെ പോയി. Just a second. Okay, application of natural language processing. First one, നമ്മൾ സ്പീച്ച് റെക്കഗ്നിഷൻ പറഞ്ഞു അല്ലേ. നമ്മുടെ കമാൻഡ്സ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ലാംഗ്വേജിലുള്ള കമാൻഡ്സിനെ മെഷീൻ റീഡബിൾ ഫോമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യാണ് ഒന്ന് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. സെക്കൻഡ് വൺ ഈ ചാറ്റ് ബോട്ട്സും വെർച്വൽ അസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ വി ഗിവ് കമാൻഡ്സ് ഇൻ അവർ ലാംഗ്വേജ്, വി വിൽ ടോക്ക് ടു ദം. നമ്മൾ ഫ്രണ്ട്സിനോട് ഫാമിലിനോട് സംസാരിക്കുന്ന പോലെ വി വിൽ ടോക്ക് ടു ദം അല്ലേ. വാട്ട് ദേ ഹാവ് ടു ഡു, ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ സെയിങ് അല്ലേ. ഫസ്റ്റ് അവർക്ക് നമ്മൾ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കണം. അതിനെന്താ ഹെൽപ്പ് ചെയ്യുന്നത്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ്. നമ്മൾ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്നുവെച്ചാൽ ആ ഒരു ട്രാൻസ്ലേഷന് വേണ്ടി നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വാട്ട്, നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച കാര്യത്തിന് അവർ റിപ്ലൈ തരും അല്ലേ, ഒരു റെസ്പോൺസ് ഉണ്ടാവും. ആ റെസ്പോൺസ് ആണ് നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ എന്ന് പറഞ്ഞ കേസ്. നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ എന്താ, അവരുടെ കയ്യിലുള്ള ഡാറ്റാബേസ് വെച്ചിട്ട് വേർഡ്സും സെന്റൻസ് ഒക്കെ ആക്കി, വേർഡ്സ് ഒക്കെ കൂട്ടി യോജിപ്പിച്ച് ഒരു മീനിങ് ഫുൾ സെന്റൻസ് ഓർ ഫ്രേസ് ആക്കിയിട്ട് അത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരും. ക്ലിയർ? നെക്സ്റ്റ് ഓട്ടോ കറക്റ്റ് ആൻഡ് ഓട്ടോ കംപ്ലീറ്റ്. ഓട്ടോ കറക്റ്റ് ആൻഡ് ഓട്ടോ